ഈ മേശയ്ക്ക് ഏതെങ്കിലും ഒരു അപ്പൂപ്പന്റെ കഥ പറയാനുണ്ടാവില്ലേ? നല്ല പഴക്കമുണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഈ മേശ നല്ല പഴക്കമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഏകദേശം അതൊന്നും എനിക്കറിയില്ല. 100 വർഷം ഉണ്ടാവും അല്ലേ? ഇത് ആന്റി കളക്ടറായിട്ട് വാങ്ങിച്ചാണ്. ഓ ചേട്ടാ വാങ്ങിച്ചാണോ? ഞാൻ വിചാരിച്ചു ഇതിനൊരു അപ്പൂപ്പന്റെ കഥ പറയാനുണ്ടാവുമായിരിക്കും. എന്റെ അപ്പൂപ്പന ഒരു വാഴക്കൊന്നും ഉണ്ടായില്ല. ഞാനായിട്ട് അപ്പൂപ്പൻ. ഓക്കെ, ഇതാണ് ബെഡ്റൂം. ഇത് എന്റെ ഒരു മോന്റെ മുറിയാണത്. ഓക്കെ, ഇത് ഏത് മോന്റെ? ഇളയ മോന്റെ? ഇളയ മോന്റെ. അതാണ് അവന്റെ സാമ്രാജ്യം. ഇതിനകത്തേക്ക് പഠിക്കാൻ പോയേക്കാണ്. ഇളയ മോൻ എന്ന് പറയുന്നത് നമ്മുടെ BA കഴിഞ്ഞ ആള്. ബികോം കഴിഞ്ഞ ആള്. ഇതെന്താ വെയിറ്റ് നോക്കണൊക്കെ ഉണ്ട്. ജിമ്മിന്റെ സോളാണ്. ജിമ്മിന്റെ അസുഖമുള്ള മകന്റെ ഇതിനകത്തൊന്ന് കയറി ചേട്ടാ. ചേട്ടൻ എത്ര കിലോ ഉണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. നേരെ ഞാൻ നോക്കിട്ട് പറയാം. ചേട്ടൻ 77 കിലോ ഉണ്ട്. ഇതൊക്കെ അറിയായിരുന്നോ? ഞാനും ഒന്ന് കയറി നോക്കട്ടെ ഞാൻ എത്ര കിലോ ഉണ്ടെന്ന്. 55. ഇത്ര കറക്റ്റ് അല്ല, കാരണം ഞാൻ 1 കിലോ കുറവായിരുന്നു ഇന്നലെ വരെ. ഇന്ന് ഇവിടെ വന്ന ജ്യൂസ് അത് മാത്രമേ ഇതുവരെ കുടിച്ചിട്ടുള്ളൂ. ഇനി ചേച്ചിയുടെ ചോറ് കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ പോവുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എങ്ങോട്ടാ പോകുന്നേ? ചേട്ടാ, ഈ അവാർഡുകളൊക്കെ കാണാതെ നമുക്ക് എന്താ ആഘോഷം ചേട്ടാ? ഇവിടെ നിന്നിട്ട് നമ്മൾ എവിടെ നിന്ന് തുടങ്ങും ചേട്ടാ? നാഷണൽ അവാർഡിൽ നിന്ന് തുടങ്ങണോ, സ്റ്റേറ്റ് അവാർഡിൽ നിന്ന് തുടങ്ങണോ, അതോ മൊത്തത്തിൽ നിന്ന് തുടങ്ങണോ? ഇനി ഞാൻ പതക്കത്തിൽ നിന്ന് തുടങ്ങാം. പതക്കം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ചേച്ചി കാണിച്ചു തന്നിട്ടുണ്ട്. ഈ പതക്കമൊക്കെ രാഷ്ട്രപതിയാണ് ഇട്ട് തന്നെ. ഇതൊന്നും പുറത്തെടുക്കാറില്ലല്ലേ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരുമ്പോഴത്തേക്ക് കാണിച്ചു. അതാണ് നമ്മുടെ നാഷണൽ അവാർഡ്. കണ്ടോ? ഇതുപോലെയാണ് തിരിച്ചു വെച്ചേക്കാം. ഇത് ആ സമയത്തൊക്കെ എന്തായിരിക്കുമല്ലേ ചേട്ടനൊരു സ്വയം ഒരു ഗമ തോന്നിയ നിമിഷങ്ങളല്ലേ? സന്തോഷം തോന്നി, അഭിമാനം തോന്നി. നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര ബഹുമാനം. ഇതിനകത്തൊരു തേളൊക്കെ ഇരിക്കണ്ടല്ലോ ചേട്ടാ, അതെന്താ? ആരെങ്കിലും തന്നായിരിക്കും. ആണോ? ഇതേ ഇങ്ങനെ വെക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ വാങ്ങിച്ചിരുന്നത്. ഇപ്പൊ ഇത് പഴയ വീട് താമസ സമയത്ത് വാങ്ങിച്ചാണ് ഞാൻ. ഈ തേളുകളുടെ ഭയങ്കര ഇഷ്ടം എനിക്കത്. കണ്ട, ഈ തേള് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും. വേണമെങ്കിൽ തേളിന്റെ അറ്റത്ത് ഇവിടെ താക്കോലൊക്കെ. അതെ, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് വാങ്ങിച്ചാണ്. ഒന്നും നടന്നില്ല, അത് വെക്കാൻ പറ്റില്ല. അതെ, അതുകൊണ്ട് മുറിയുടെ ഇതിനകത്ത് കയറിയിരിക്കട്ടെ. ഓക്കെ.